എൻ്റെ പേര് മമത സുനിൽകുമാർ. ഞാനൊരു സിവിൽ സർവീസ് സ്റ്റുഡൻ്റാണ്. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കാനായിട്ട് പ്രത്യാശയിൽ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു പോസ്റ്റ് കാണുകയും അപ്പോൾ തന്നെ വിളിച്ച് അഡ്മിഷൻ എടുക്കുകയും ചെയ്തതാണ്. കാരണം അതിൻ്റെ ക്യാപ്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത്. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടമാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും പ്രത്യാശ എന്നുള്ളൊരു ക്യാപ്ഷൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുകയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സോഷ്യൽ വർക്ക് ആണെങ്കിലും അതുപോലെ ഒരാളെ ഹെൽപ്പ് ചെയ്യുക, മെൻ്റലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ നമുക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് മറ്റൊരാൾ കേൾക്കാനില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് സോൾവ് ആക്കാൻ പറ്റിയേക്കാം. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടാവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് കൗൺസിലിംഗ് സൈക്കോളജി. അത് ഓൺലൈൻ മോഡ് ആയപ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കാരണം ക്ലാസ്സസ് നന്നായിട്ട് കിട്ടുമോ, കാരണം നമുക്ക് എല്ലാവരും ഓഫ്ലൈൻ ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, റെഗുലറായിട്ട് പോയി പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ആണ്. അപ്പോൾ തൃശ്ശൂർ ഒരു കോളേജ് വന്ന് പഠിക്കുക അല്ലെങ്കിൽ ഓൺലൈൻ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് 100% സിൻസിയറോടുകൂടി തന്നെയാണ് അവർ ആ ക്ലാസ് ഫുള്ളായിട്ട് അവർ തന്നത്. പ്രാക്ടിക്കൽ സെഷൻസ് ആണെങ്കിലും കൃത്യമായിട്ട് എല്ലാ വീക്കും ക്ലാസ്, അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട്സ്, അതുപോലെ വൈവ, എല്ലാ രീതിയിലുള്ള പ്രാക്ടിക്കൽസും ഒക്കെ തന്ന് ഒരു 1 ഇയർ കോഴ്സ് എൻ്റയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് പ്രത്യാശയുടെ വലിയൊരു ക്വാളിറ്റിയാണ്. ഞാൻ വേറെ ഒരു കോളേജും ഇങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഒരുപാട് എന്താ പറയുക, കൗൺസിലിംഗ് എന്ന് പറയുന്ന വളരെ റെയർ കോഴ്സാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫ് ഒരുപാട് ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കൗൺസിലർ ആയതിനു ശേഷം എനിക്ക് ഒരുപാട് കൺസൾട്ടേഷൻസ് എടുക്കാനും ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാനും എനിക്ക് പേഴ്സണലി പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് അതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് ക്ലയൻസ് അവരെൻ്റെ അടുത്ത് വരുന്ന ടൈമിലും വന്നതിന് ശേഷവും അവർക്കുണ്ടായിട്ടുള്ള ചേഞ്ചസ് അവരെന്നോട് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. കാരണം അവരുടെ ലൈഫിലുണ്ടായൊരു പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയത് പ്രത്യാശയിൽ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ 100% ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ ഒരു മൊമെൻറ്റിൽ. അതുപോലെ തന്നെ ഇത് പഠിക്കാനായിട്ട് സമ്മതിച്ച അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ എല്ലാ ഫാക്കൽറ്റീസും, അബിഗേൽ മാം ആണെങ്കിലും അതുപോലെ തന്നെ കരിഷ്മ മിസ് ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈക്കോളജി കൂടുതൽ പഠിക്കണം എന്നൊരു ടെൻഡൻസിയാണ്. കൂടുതൽ അതിനെപ്പറ്റി അറിയണം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തിട്ടും ഗ്രാജുവേഷനും സൈക്കോളജി എടുക്കണമെന്ന് തോന്നിയത് ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. സോ ഒരുപാട് ഹാപ്പിയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഏതൊരു സ്റ്റുഡൻറ്റിനാണെങ്കിലും ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നതാണ് ഭാഗ്യം. കാരണം എല്ലാം തുടങ്ങുന്നത് നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ഫാക്കൽറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സർവീസും അത്രയും ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റുഡൻറ്റിന് 100% ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ട് നല്ലതായിട്ട് ഞാൻ ചെയ്തതുപോലെ തന്നെ അവരുടെ പാർട്ട് അവർ ബെസ്റ്റായിട്ട് തന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു കോൺവൊക്കേഷന് എനിക്ക് വരാൻ പറ്റിയത്. സോ ഐ ആം സോ മച്ച് ഹാപ്പി ആൻഡ് സോ മച്ച് ഗ്ലാഡ് ടു ബി ഹിയർ. താങ്ക് യു.